എടാ നീ ഭയങ്കര വന്നപ്പോഴത്തെ ഷോകാണല്ലേ മോനെ, എന്ത് പറ്റി? ആകപ്പാട് ഷോകളാ, ഒന്നും അങ്ങനെ സെറ്റ് ആവണില്ല. എന്താ വരി എന്താ എന്റെ പ്രശ്നം? എന്താ ഇപ്പം പറ. ഇവിടെ നിനക്ക് നേരത്തെ അറിയാലോ, എന്റെ ചെറുപ്പം തുടങ്ങിയുള്ള ആഗ്രഹം ഒരു പൈലറ്റ് ആവണമെന്ന് പറഞ്ഞു. അറിയാം. പക്ഷെ അതിനെപ്പറ്റിയൊക്കെ ഞാൻ കുറെ അന്വേഷിച്ചു, പക്ഷെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാനുള്ളടാ. ശരിയാ, ഇതിനെപ്പറ്റി ഇപ്പൊ ക്ലാരിറ്റി ഉള്ള ആരും അങ്ങനെ ഇല്ല. പിന്നെ വേറെ എന്റെ പരിചയത്തിലൊരു ചേട്ടനുണ്ട് കേട്ടാ, പുള്ളിക്കാരൻ അത്യാവശ്യം ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നേ. അയാളോട് ചോദിച്ചു നോക്കാം. പെട്ടെന്ന് ചോദിക്കും. അയച്ചിട്ട് ഇപ്പൊ കിട്ടും കിട്ടും. എടാ നിനക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അത് മൊത്തം മിസ്സിനോട് ചോദിച്ചു. അപ്പൊ മിസ്സേ, ഈ പൈലറ്റ് ആവാനുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവാനായിട്ട് നമുക്ക് ആദ്യം തിയറി സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. തിയറി സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ 5 സബ്ജക്ട്സ് ഉണ്ട്, RTR ഉണ്ട്. ഈ സബ്ജക്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്ത് 200 hours ഓഫ് ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോഴായിരിക്കും നമുക്ക് CPR ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. മാം, അപ്പോൾ ഒരു പൈലറ്റ് ആവാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? DGCAയുടെ കറണ്ട് റൂൾ അനുസരിച്ച് ഒരു പൈലറ്റ് ആവാനായിട്ട് ബേസിക് ക്വാളിഫിക്കേഷൻ +2 ഫിസിക്സും മാത്സും ആണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഇനി അതില്ല, 12th ഫിസിക്സും മാത്സും ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ NIOS വഴി അത് എഴുതിയെടുത്തിട്ട് അത് അപ്പിയർ ചെയ്യാം, എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും. മാം, ഇപ്പോൾ ഇവിടുത്തെ ക്ലാസ്സസും ഫീസ് സ്ട്രക്ചറൊക്കെ ഒന്ന് പറയും. ഫ്ലെമിംഗോ ഫ്ലൈറ്റ് സ്കൂളിൽ നമുക്ക് കോഴ്സ് ഡ്യൂറേഷൻ വന്നിട്ട് 5 months ആണ്. ഈ 5 months കൊണ്ട് നമ്മൾ 5 സബ്ജക്ട്സും കംപ്ലീറ്റ് ചെയ്യും. ഓരോ മന്തും ഓരോ സബ്ജക്റ്റ് ആയിട്ടായിരിക്കും ക്ലിയർ ചെയ്യുന്നത്. ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും അതിനുള്ള മോക്ക് എക്സാംസ് എല്ലാം തന്ന് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കും. നമ്മുടെ ഫീസ് സ്ട്രക്ചർ വന്നിട്ട് 1.5 lakh ആണ്. ഇത് നമ്മുടെ ഇതിൽ തന്നെ കമ്പ്യൂട്ടർ നമ്പർ രജിസ്ട്രേഷനും യൂണിഫോമും സ്റ്റഡി മെറ്റീരിയലും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സസിന്റെ കൂടെ തന്നെ നമ്മൾ സൈക്കോമെട്രിക് ട്രെയിനിങ്ങും ഇംഗ്ലീഷ് ട്രെയിനിങ്ങും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾ അറിയാത്ത രീതിയിൽ തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഓരോ സബ്ജക്ട്സിന്റെ ഇടയിൽ അത് തീരുന്ന സമയത്ത് നമ്മൾ അതിനുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അടുത്ത ബാച്ചിൽ തന്നെ ഒന്ന് ജോയിൻ ചെയ്യല്ലേ? അച്ഛനെ പറഞ്ഞൊന്ന് സമർപ്പിക്കണം. അതിന് ഞാൻ നീ തന്നെ വരണം. എല്ലാത്തിനും ഞാൻ തന്നെ വേണല്ലേ?